എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഈ വോയിസ് മെസ്സേജ് ആരും കേൾക്കാതെ പോകരുത്. ഇത് എൻ്റെ വൈഫിൻ്റെ ഒരു സ്വന്തക്കാരനാണ്. തെക്കന്തലയാണ് വീട്, കൽപ്പറ്റ. 17 വയസ്സായ മോനാണ്, +2 പഠിക്കുന്നു. ഒറ്റ മോനുള്ള അച്ഛനും അമ്മയ്ക്കും. നല്ലൊരു മോനാണ്. ഞങ്ങളെപ്പോഴും പോലും ഞങ്ങളുടെ അടുത്ത് വരുന്നു. ഞങ്ങളായിട്ട് ഭയങ്കര ഒരു ഇതുള്ള മോനാണ്. കുട്ടി ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് ലേറ്റായി കിടന്നുറങ്ങി. ഉറക്കത്തിൽ ദഹിച്ചില്ലാന്ന് തോന്നുന്നു. എന്തോ ഛർദ്ദിക്കണം തോന്നി. എണീച്ച് ഛർദ്ദിക്കാൻ വന്നപ്പോൾ ബ്ലഡിലാവുമല്ലോ റൂമിലാവുമല്ലോ പേടിച്ച് വായു പൊത്തി പിടിച്ച് പുറത്തേക്ക് ഓടിയതാണ്. അതിനിടയ്ക്ക് ഭക്ഷണം തിരിച്ച് ലെൻസിലേക്ക് ഇറങ്ങി. 10 മിനിറ്റ് കൊണ്ട് കുട്ടി മരിച്ചു. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ കുട്ടി മരിച്ചു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫുഡിൻ്റെ വേസ്റ്റ് ലെൻസിലേക്ക് കയറി, അതാ വായു പൊത്തി പിടിച്ചപ്പോൾ പ്രഷർ കൊണ്ട് തിരിച്ച് ലെൻസിലേക്ക് ഇറങ്ങിയെന്നാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ കണ്ണിന് മുമ്പിൽ ഇത്രയും അറിയുന്നൊരു സംഭവം അതിനെക്കൊണ്ട് പറയുകയാണ്. എല്ലാവർക്കും കുട്ടികളും എല്ലാം ഉണ്ട്. കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും ആരായാലും ഛർദ്ദിക്കണം തോന്നിയാൽ ഏത് സ്പോട്ടാണോ, ബസ്സോ കാറോ മനുഷ്യൻ്റെ മേത്തോ എവിടെ ആയിക്കോട്ടെ ഛർദ്ദിച്ചോളാം. കാരണം നമുക്കതൊന്ന് കഴുകിയാൽ പോകുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾ നാണക്കേട് വിചാരിച്ചിട്ട് കുട്ടികളെ വായു പൊത്തി പിടിച്ച് കുറച്ച് കേട്ടെ പറയും. ഒരു ജീവൻ പോയാൽ നമുക്ക് തിരിച്ച് കിട്ടില്ല, അത് മനസ്സിലാക്കുക. ബസ്സാണെങ്കിൽ നമുക്ക് 1000 രൂപ കൊടുത്ത് കഴുകാൻ സർവീസ് സ്റ്റേഷനിൽ കൊടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. കാറാണെങ്കിലും മേത്താണെങ്കിലും നമുക്കൊന്ന് കഴുകിയാൽ പോകുന്ന കാര്യമുള്ളൂ. നമ്മളത് മടി വിചാരിച്ചിട്ട് വായും മൂക്കും പൊത്തി പിടിച്ച കുട്ടികളെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ തന്നെ 2-3 സംഭവമായി വേണ്ടപ്പെട്ടവർക്ക് നടക്കുന്നത്. അതിനെക്കൊണ്ട് ദയവ് ചെയ്ത് നമ്മളെ കുട്ടികളെയും നമ്മളെല്ലാവരും അതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ 1-2 കവർ എല്ലാവരും കയ്യിൽ കരുതുക. ഇതിപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഛർദ്ദിക്കാമെന്നൊന്നും വരില്ല. ചിലപ്പോൾ ആർക്ക് എപ്പോഴാണ് വല്ല ദഹനക്കേടോ ഏമ്പക്കം പോലെ വന്നാലും അത് മതി. അത് നമ്മൾ തിരിച്ച് ഉള്ളിലേക്ക് ഇറക്കുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. അറിയുന്നവരിലേക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ പരമാവധി കിടന്നിട്ട് ഛർദ്ദിക്കരുത്. അയാളെ മെല്ലെ പൊക്കി ഇരുത്തിയിട്ട് ഛർദ്ദിപ്പിക്കുക. ഒരിക്കലും കിടന്നുകൊണ്ട് ഛർദ്ദിക്കരുത്. ഛർദ്ദിക്കാൻ തോന്നി എപ്പോൾ പൊക്കി ഇരുത്ത് അവിടെ തന്നെ ഛർദ്ദിച്ചോളാം. ഒരിക്കലും നമ്മളത് പിടിച്ച് വെക്കരുത്. ഇത് എന്താണ് ഈ ഗ്രൂപ്പിലിടാൻ കാരണം വെച്ചാൽ അത്രയും നമുക്ക് അറിയുന്നൊരു കുട്ടിയാണ്. ഡോക്ടർ പ്രത്യേകം പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അറിയുന്നതിലേക്ക് എത്തിക്കുക. ഈ ഒരു ഗ്രൂപ്പ് വെച്ചാൽ നമ്മളൊരു കുടുംബമാണല്ലോ. അപ്പം നിങ്ങൾ അറിയുന്ന ആൾക്കാർക്കെല്ലാം പറഞ്ഞു കൊടുക്കുക. ഓക്കേ.